അൻവർ പെരുവഴിയിലായോ എന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ചർച്ച ചെയ്തതിന് പിറ്റേന്ന് അൻവറിന്റെ തലവര ആകെ മാറി മറിയുകയായിരുന്നു. അൻവറിനെ കളിയാക്കിക്കൊണ്ടാണ് ചാനൽ ചർച്ച പുരോഗമിച്ചത്. അൻവർ കേരളത്തിൽ ഒന്നുമല്ലെന്നവർ പറഞ്ഞു വെച്ചു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ജനകീയ സമരത്തിലൂടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അൻവറിന് വീരപരിവേഷം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ അൻവറിന് പിന്തുണയുമായി എത്തുകയാണ്. ശക്തമായ CPM പോരാളിയായിരുന്ന സമയത്ത് ടെസ്റ്റ് നമ്പർ 8 ഇന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്ന് PV അൻവർ പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കാലം വളരെ പെട്ടെന്ന് മാറി. സർക്കാരും പാർട്ടിയുമായി തെറ്റി. സ്വന്തമായി DMK പാർട്ടി രൂപീകരിച്ച് അവസാനം സമരത്തിന്റെ ഭാഗമായി ജയിലുമായി. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ അൻവർ ഒന്നാം പ്രതിയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയ കേസിൽ അൻവർ അടക്കം 11 പ്രതികളാണ് ഉള്ളത്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് വനം വകുപ്പ് ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റ് എന്നതായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് അൻവറിന്റെ പ്രതികരണം ഉണ്ടായത്. MLA ആയതിനാൽ മാത്രം നിയമത്തിന് കീഴടങ്ങുകയാണെന്നുള്ള പ്രതികരണമായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും വന്നത്. അതിനിടെ അൻവറിന്റെ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തത് വലിയ ചർച്ചയാവുകയാണ്. PV അൻവർ MLA അറസ്റ്റിലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി KPCC അധ്യക്ഷനായ K സുധാകരന്റെ പ്രതികരണം വന്നു. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ PV അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് സുധാകരൻ ചോദിക്കുന്നത്. അൻവറിനെതിരായ നടപടി തെറ്റെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു VD സതീശനും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നിരവധി നേതാക്കൾ രംഗത്ത് വന്നത്. മാത്രമല്ല KM ഷാജിയെ പോലുള്ള ലീഗിലെ നേതാക്കളും അൻവറിന് പിന്തുണയുമായി വന്നതോടെ ഒറ്റരാത്രി കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. പ്രധാനമായും പിണറായി വിജയനെയും P ശശിയെയുമാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കത്തിനു പിന്നിലെ ബുദ്ധി ശശിയുടേതാണ് എന്നതാണ് ആരോപണം. എന്തായാലും അൻവറിന് വീണ് കിട്ടിയ ഒരു സുവർണാവസരം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ്. അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും അൻവറിന്റെ UDF പ്രവേശനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ടോ എന്നത്.